സംസ്ഥാനത്താകെ തന്നെ ഏറ്റവും ചർച്ച ചെയ്ത ഒരു വാർഡിലാണ്, മുട്ടട വാർഡിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം വൈഷ്ണവി അതുപോലെ തന്നെ വൈഷ്ണവ സുരേഷും അതുപോലെ തന്നെ അംശു വാമദേവനും കടുത്ത പോരാട്ടമായിരുന്നു ഇവിടെ. സംസ്ഥാനത്തെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കണക്കുകയാണെങ്കിൽ 70%ത്തിലേക്ക് പോളിംഗ് നടന്നു. 70.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കിത്. അവസാന കണക്കല്ല, അപ്ഡേറ്റ് ചെയ്തു വരും, മണിക്കൂറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2020 73% വരെ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. 2015 75, അത് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6:30 ഇലക്ഷൻ കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്ത് സമാധാനപരമായിരുന്നു. വഞ്ചിയൂരിലെ വിഷയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓരോ ജില്ലകളുടെയും ശതമാന കണക്കുണ്ട് നമ്മുടെ കയ്യിൽ. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത്, 73.26. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ 70.13%. അതുപോലെ തന്നെ കോട്ടയത്ത് 69.62, ആലപ്പുഴ 72.65, പത്തനംതിട്ട 65.81, കൊല്ലം 69.2%, തിരുവനന്തപുരത്ത് 65.8%. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് ഇപ്പോൾ നമുക്ക് ബൂത്തിൽ കാണാൻ കഴിയും. വോട്ടിംഗ് മെഷീനൊക്കെ തന്നെ അവർ സീൽ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ. ഇപ്പോഴും തിരുവനന്തപുരത്തെ വിവിധ ബൂത്തുകളിൽ വലിയ ക്യൂ കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ടോക്കൺ കൊടുത്ത് ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ബൂത്തുകളിലും പോലീസിൻ്റെയും കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറെ സമാധാനപരമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രജിൻ.